ഇ.പി. ജയരാജന് പരോക്ഷ വിമർശനവുമായി ഇടതുമുന്നണി കൺവീനർ. ബി.ജെ.പി. നേതാവിനെ കാണേണ്ടി വരുന്ന അവസ്ഥ തനിക്കാണുണ്ടായതെങ്കിൽ ആദ്യം പാർട്ടി സെക്രട്ടറിയെ അറിയിക്കുമായിരുന്നുവെന്ന് ടി.പി. രാമകൃഷ്ണൻ. ഇ.പി. ജയരാജനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല. ഇ.പി. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ തരത്തിൽ തുടരുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. സഖാവ് ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അദ്ദേഹം ആ ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജാവദേക്കർ അങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് കണ്ടെങ്കിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുമോ, പാർട്ടി അറിയിക്കുമോ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ? ജാവദേക്കർ എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ സാധാരണ നിലയിൽ ആരും കാണാനൊന്നും വരാറില്ല. ചിലപ്പോൾ വന്ന് കണ്ടുകൊണ്ട് ഒരു മുന്നണി കൺവീനറാണ്, അപ്പോൾ വരാനുള്ള സാധ്യത കൂടുതൽ. എന്നെ കണ്ടാൽ പിന്നെ ആർക്കും വരാലോ, ആർക്കും വന്ന് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിനെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെ ഇന്നൊരാൾ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. ആ രീതി എല്ലാവരും തുറന്നൊന്നുമില്ല. എൻ്റെ രീതി അതാണ്. ആ രീതിക്ക് അനുസരിച്ചുള്ള സമീപനമാണ് ഞാൻ എടുക്കുന്നത്. അത് പറയാത്തതാണ് ഇ.പി. ജയരാജന് പറ്റിയ വീഴ്ച. ഞാൻ പറയും, ജാവദേക്കറെ കണ്ടത് ഒരു പ്രശ്നമായിട്ട് ഇപ്പം പാർട്ടിയുടെ മുമ്പിലില്ല. അത് അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. ടി.പി. കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നുവെന്ന് എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് താൻ മാറിയതെന്നും, എന്നാൽ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ടി.പി. രാമകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം CPM ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ല അത്. അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്ന് പാർട്ടീൻ്റെ അഭിപ്രായം അതാണ്. ആ സംഭവം ശരിയായില്ല എന്നാണ് പാർട്ടി അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധക്കാര്യത്തിൽ എനിക്ക് ആ പീരീഡിൽ ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റുമോ? അതേപോലെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒഴിയണം? അങ്ങനെയില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചൈനയിൽ പോകണമെന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ സംഭവം ഉണ്ടായിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഞാനൊന്ന് പോയത് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെയാണ് അന്തരീക്ഷങ്ങളൊക്കെ മാറിയത്. പിന്നെ ഞങ്ങളെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കേസെടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒരു ചെറിയ